എല്ലാവർക്കും വന്ദനം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുവാൻ ഓരോ ദിവസവും കർത്താവ് തരുന്ന കൃപയെ നമുക്ക് കൂടുതൽ ആഘോഷിക്കാം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് ഗബ്രിയേൽ മാലാഖ എന്ത് ആവേശത്തോടെയാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കെല്ലാം ലഭിച്ചതിനേക്കാൾ വലിയ ഭാഗ്യം നിനക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതായത് ഗബ്രിയേൽ മാലാഖ പറയുന്നത്, ആദിയിൽ ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചു, അന്നു മുതൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിനക്ക് ലഭിച്ചത് അതിനേക്കാൾ ഉപരിയുള്ള പദവിയാണ്. ഞങ്ങൾ ആരുടെ സന്നിധിയിൽ നിൽക്കുന്നുവോ ആ ദൈവം മനുഷ്യനായി നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു, നിന്റെ ഉള്ളിൽ ജഡമായി നിന്റെ ഉദരത്തിൽ വരുന്നു. അതുകൊണ്ട് നീ എത്ര കൃപ ലഭിച്ച, ഞങ്ങൾ മുഖം മൂടി പാദം മൂടി പറന്നുകൊണ്ട് ആരാധിക്കുന്ന, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്ന അതേ വചനം, ആ വചനത്തെ നിന്റെ ഉദരത്തിലേക്ക് കടന്നു വരുവാൻ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം എത്ര വലുതാണ്. നീ എത്ര കൃപ ലഭിച്ചവളാണ്. പലപ്പോഴും നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയില്ല എന്നുള്ള നമ്മുടെ വിഷയം. മറിയയുടെ ഉദരത്തിൽ യേശു വന്നു 10 മാസത്തേക്ക്. ഉദരത്തിൽ 10 മാസമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ വെളിയിൽ വരും. അവളെ വിളിച്ചതാണ് കൃപ ലഭിച്ചവളെ എന്ന്. ഹൃദയത്തിൽ യേശു എന്നേക്കും വന്ന വ്യക്തികളെ എന്തു വിളിക്കും? ഉദരത്തിൽ വന്ന 10 മാസത്തോളം ഉദരത്തിൽ വന്ന യേശു ഒരു വേളയിൽ വന്നപ്പോൾ അവളെ കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ചെങ്കിൽ, ഹൃദയത്തിൽ എന്നേക്കും വസിക്കുവാൻ വചനമായവൻ നമ്മുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു വന്നെങ്കിൽ നമ്മെ വിളിക്കുന്ന പേരാണ് കൃപമേൽ കൃപ ലഭിച്ചവർ. ഈ സത്യങ്ങൾ ഓർക്കുക, നമ്മൾ ആരെന്ന് തിരിച്ചറിയുക. നമ്മൾ ഒരു പരാജയമല്ല, നമ്മളൊരു തകർച്ചയല്ല. ഏത് വിഷയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും, കാരണം കൃപമേൽ കൃപ ലഭിച്ചവരാണ്. മറിയ തന്നെ പറഞ്ഞു, ഭൂതലത്തിൽ വെച്ച് എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നമ്മൾ പറയേണ്ടത്, ഭൂമിയിലും സ്വർഗത്തിലുമുള്ളവർ നമ്മെ അനുഗ്രഹീതരെന്നും ഭാഗ്യവതിയെന്നും ഭാഗ്യവാനെന്നും പുകഴ്ത്തും. അതാണ് നമുക്ക് ലഭിച്ച കൃപമേൽ കൃപ. ആ കൃപമേൽ കൃപയിൽ നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം, ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. And yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai.
Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, El Shaddai, Aradhana, Elohim, Aradhana, Adonai, Aradhana, Yeshua, Aradhana, Sundarane, Adishayane, Mahonnadane, En Priyane, 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 Sundarane, Adishayane, Mahonnadane, En Priyane. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 28 വരെ നമ്മൾ വായിച്ചു. അപ്പോൾ അവിടെയെല്ലാം മഹാപുരോഹിതന്മാരൊക്കെ പത്രോസിനെ വിളിച്ച് യോഹന്നാനെയും ആ അപ്പോസ്തലന്മാരെ വിളിച്ചിട്ട് ഈ നാമത്തിൽ സംസാരിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞല്ലോ. അവർ പറഞ്ഞു അതൊന്നും നടക്കണ കാര്യമല്ല. അവർ 29-ാം വാക്യത്തിൽ അതിന് പത്രോസ് ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. 30-ാമത്തെ വാക്യം, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഈ അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും, നിങ്ങൾക്ക് സംഘടിക്കാൻ കഴിയും, നിങ്ങൾക്ക് ഇല്ലാതെയാക്കാൻ കഴിയും, എന്നാൽ പിതാക്കന്മാരുടെ ദൈവത്തിന് ഉയർപ്പിക്കാൻ കഴിയും. എന്തൊരു വിഷമമായിരിക്കും അവർക്ക്. കുറച്ചു മുമ്പേ പറഞ്ഞുള്ളൂ, ഇപ്പം അവൻ്റെ രക്തം ഞങ്ങളുടെ തലമേൽ വരുത്തുകയാണോ? അതെ, നിങ്ങൾ തൂക്കിക്കൊന്നതാണെന്നേ. എന്നാൽ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിക്കുന്ന ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അവർ കുറെ സമ്പത്ത് മാത്രം തരുന്ന ദൈവമല്ല, പൊന്നും വെള്ളി ഒട്ടകങ്ങളും ദാസന്മാരെ മാത്രം തരുന്ന ദൈവമല്ല. നിങ്ങൾ കേട്ടിട്ടുള്ള പിതാക്കന്മാരുടെ ദൈവം അതായിരിക്കും. എന്നാൽ കുറച്ചുകൂടി കടത്തി ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഏലിയാവ് കർമ്മേലിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമേ, നിന്റെ ഹിതപ്രകാരമാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നും നിന്റെ ആലോചന പ്രകാരമാണെന്നും എല്ലാവരും ഒന്ന് അറിയട്ടെ. തീ കൊണ്ട് ഉത്തരമരുളണം. ഉടനെ തീ ഇറങ്ങി യാഗപീഠത്തിലുള്ള യാഗവും ആ തോട്ടിലെ വെള്ളവും എല്ലാം ദഹിച്ചുപോയി. ജനങ്ങൾ കവണ്ണു വീണു. തീയിറക്കുന്ന ദൈവത്തെ ഏലിയാവ് പരിചയപ്പെടുത്തി. ചെങ്കടൽ വറ്റിക്കുന്ന ദൈവത്തെ, മരുഭൂമിയിൽ മന്ന കൊടുക്കുന്ന ദൈവത്തെ മോശ പരിചയപ്പെടുത്തി. യോർദാൻ വറ്റിക്കുന്ന ദൈവത്തെ, എരിഹോ കോട്ട ഇടിക്കുന്ന ദൈവത്തെ യോശുവ പരിചയപ്പെടുത്തി. ആട്ടിടയനെ രാജാവാക്കുന്ന ദൈവത്തെ ദാവീദ് പരിചയപ്പെടുത്തി. ഇരട്ടി പങ്ക് തരുന്ന ദൈവത്തെ ഏലീശ പരിചയപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേർ ഓരോ സീസണിലും വന്ന് ദൈവമാരാണെന്ന് വ്യത്യസ്തമായ തലങ്ങളിൽ പരിചയപ്പെടുത്തി. ഇവിടെ നിന്ന്
പറയുന്ന അപ്പോസ്തലന്മാർ അവരിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു അസാധ്യതയെ പൊളിച്ചു കളയുകയാണ്. അതായത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ഒരു ദൈവം, അതാണ് പിതാക്കന്മാരുടെ ദൈവം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ പോലും ചിന്തിക്കുന്ന കാര്യം ചെയ്യുന്ന പിതാക്കന്മാരുടെ ദൈവം. ദൈവത്തിന് പരിമിതി വെക്കരുത്. നമ്മുടെ പിതാക്കന്മാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ദൈവത്തിന് അവർ മരുഭൂമിയിൽ വെച്ച് പരിമിതി വെച്ചത് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞു. ദൈവം ഏറ്റവും വേദനിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ ചെറുതായി കാണുക. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കണം. തീ കൊണ്ട് ഉത്തരമരുളുമെന്നും ചെങ്കടലിനെ പിളർത്തുമെന്നും നന്മകൾ തരുമെന്നും ഓരോരുത്തർ അനുഭവത്തിൽ നിന്ന് കാണിച്ചെങ്കിൽ, ഇതാ ഇപ്പോൾ പത്രോസും ഈ കൂടെയുള്ള അപ്പോസ്തലന്മാർ പറയുന്നത് ഈ ദൈവത്തിന് യാതൊരു പരിമിതിയുമില്ല. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവ്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. നമ്മുടെ കർത്താവ് ഉയർപ്പിക്കുന്ന കർത്താവാണ്. മാത്രമല്ല അവൻ ഉയർക്കുന്നവനാണ്. അത് തന്നെ കർത്താവ് പറഞ്ഞു, ജീവനെ കൊടുക്കുവാനും ജീവനെ തിരികെ പ്രാപിക്കാനും എനിക്ക് അധികാരമുണ്ട്. യേശു മറ്റൊരിക്കൽ പറഞ്ഞു, കോതമമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയിരിക്കും. എടാ, ഞാൻ വന്നത് ചാകാനാടാ. നീ എന്നെ കൊല്ലാൻ നോക്കുന്നു. ഹെരോദാവേ, നീ എന്നെ കൊല്ലുമെന്നോ? ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി 3-ാം നാളിൽ സമാപിക്കുമടാ. നീ രാജാവാണെങ്കിൽ ഞാൻ രാജാതി രാജാവാണ്. മരണത്തിനപ്പുറവും ജീവിതമുള്ളവനാണ് ഞാൻ. മരണത്തിൽ നിന്ന് പുറത്തു വരിക മാത്രമല്ല, മരിക്കുന്നവനെ പറുദീസയിലേക്ക്, അത് എത്ര വലിയ കൊടും കള്ളനും കൊലയാളിയുമാണെങ്കിലും ഏറ്റുപറയുന്നവനെ അതേ നിമിഷം പറുദീസയിൽ കൊണ്ടുവരാൻ, മരണത്തിനപ്പുറമുള്ള സ്വർഗം കൊടുക്കാൻ ശക്തിയുള്ളവനാടാ ഞാൻ. എന്നെ ക്രൂശിക്കുമെന്നോ? പീലാത്തോസ് പറഞ്ഞു, നിന്നെ വിട്ടയക്കാനും ക്രൂശിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഉടനെ യേശു വാ തുറന്നു. രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന കർത്താവ് വാ തുറന്നിട്ട് പറഞ്ഞു, മുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. എത്ര വലിയ ധൈര്യശാലിയായിരുന്നു നമ്മുടെ കർത്താവ്. വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. എന്തിനാണ് യേശുവിനെ ഇങ്ങനെ പാടുന്നത്? എന്തിനെങ്ങനെ ഉറക്കെ പാടുന്നത്? നൃത്തം ചെയ്യണമോ? നൃത്തമല്ല, എങ്ങനെയെല്ലാം ആരാധിക്കാമോ അങ്ങനെയെല്ലാം ആരാധിക്കാം. അവൻ രാജാതി രാജാവാണ്. അവൻ ദേവാതി ദേവനാണ്. ദൈവമല്ലാത്തതിനെ ആരാധിക്കാൻ എത്രയോ പണമാണ് ഭൂമിയിലുള്ളവർ ചെലവഴിക്കുന്നത്. എന്നാൽ ദൈവമായവനെ, റോമാലേഖനത്തിൽ വായിക്കുന്നു 1-ാം അധ്യായത്തിൽ, അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിച്ചില്ലെന്ന്. ക്ഷയമില്ലാത്ത ദൈവത്തിൻ്റെ തേജസ്സിനെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, മൃഗജാതി, ഇഴജാതി ഇവയുടെ സാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റി. അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിയിലേൽപ്പിച്ചു. എന്താണ് കാരണം? ദൈവം അവരെ തള്ളിക്കളയാൻ കാരണം, മാറ്റമില്ലാത്ത ദൈവത്തെ വെറും മാറ്റമുള്ള മനുഷ്യനെ പോലെ കണ്ടു എന്നുള്ള തെറ്റാണ്. ദൈവത്തെ ദൈവമായി കണ്ടില്ലെങ്കിൽ അത് പാപമാണ് എന്ന് റോമാലേഖനത്തിൽ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ ദൈവമായിരിക്കുന്നത് പോലെ കണ്ടില്ലെങ്കിൽ അത് ദൈവത്തിന് ദുഃഖമാണ്, ദൈവത്തിന് മഹാകോപമാണ്. നമ്മൾ ദൈവത്തെ ചെറിയ കാര്യങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമായി കാണുന്നത് ദൈവത്തിന് സങ്കടമാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങളാൽ കഴിയാത്ത കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവാ. യേശു ബർത്തിമായോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പത്രോസൊക്കെ ഞെട്ടിക്കാണും. കർത്താവേ, എന്തൊരു ചോദ്യം! അങ്ങനെ ചോദിക്കല്ലേ. കാഴ്ച വേണമെന്ന് വല്ലതും പറഞ്ഞാൽ പിന്നെ പണിയാകും. കർത്താവിന് ധൈര്യമാണ്. എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ ഭൂമിയിൽ വന്ന കർത്താവിന് പറയാനുണ്ട്, എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ലാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുമ്പോൾ കല്ലുരുട്ടി മാറ്റുവിനെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ടത് തോമസ് അപ്പോസ്തലനും പത്രോസൊക്കെയാണ്. കാരണം ഇന്ന് എന്തായാലും കല്ലേറ് കിട്ടും.
കാരണം കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. മരിച്ച് നാറ്റം വെച്ച ലാസർ കല്ലറയിൽ കിടക്കുമ്പോൾ സഹോദരി പോലും മാർത്ത പോലും പറയുന്നു നാറ്റം വെച്ചെന്ന്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ സൗഖ്യമാകുമെന്നാണ് പറഞ്ഞത്. എന്നാൽ കർത്താവിന് ഭയമില്ല. എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. ഇത് കേൾക്കുന്ന പലരും പരിമിതികളെ പൊളിച്ചുകളാം. ഒരിക്കൽ യായിറോസിന്റെ വീട്ടിലേക്ക് യേശു പോകുമ്പോൾ യായിറോസിന്റെ വീട്ടിൽ നിന്ന് പലരും വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ശല്യം ചെയ്യണ്ട, ബാല മരിച്ചുപോയി. 34 മർക്കോസ് 4:34 തൊട്ട് വായിക്കുമ്പോൾ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മരിച്ചു എന്ന വാക്കിന് യേശു ഒരു വിലയും കൊടുത്തില്ല. പനിയുടെ വില മാത്രം, വെറും ഒരു പനി. ലാസർ ഉറങ്ങുന്നു, ഉയർപ്പിക്കാൻ പോകുന്നു. ബാല മരിച്ചിട്ടില്ല, എന്തിന് നിങ്ങൾ കരയുന്നു? കുഴലൂത്തുകാരെയും മാറത്തടിച്ച് കരയുന്നവരെ എല്ലാം പുറത്താക്കി. യേശു പനിയെയും മരണത്തെയും ഒരുപോലെയാണ് നിസ്സാരമായി കണ്ടു. യേശു തൊട്ടു, അമ്മായിയമ്മയുടെ പനി മാറി. യേശു ശവമഞ്ചത്തിൽ തൊട്ടു, ആ വിധവയുടെ മകൻ എഴുന്നേറ്റു. യേശുവിന് രണ്ടും ഒരുപോലെയാണ്. നിങ്ങൾ ചെറുതിനെ വലുതിനെയും യേശുവിൻ്റെ മുമ്പിൽ വ്യത്യസ്തമായി കാണരുത്. യേശു പറഞ്ഞു, ഞാൻ ഈ അത്തിയോട് ചെയ്തത് നിങ്ങൾ മലയോട് ചെയ്യും. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് പറഞ്ഞാൽ, ഞാൻ അത്തിയോട് പറഞ്ഞു, നിങ്ങൾ അത്രയും പറഞ്ഞാൽ പോരാ. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. നിങ്ങൾ എൻ്റെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ചെയ്തതിലും വലിയത് ചെയ്യണം. ഞാൻ അത്തിയോട് ചെയ്തിട്ട് പോകുന്നു, നിങ്ങൾ മലയോട് ചെയ്യണം. ഇതാരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഞാൻ ചെറുത് ചെയ്ത് സാമ്പിൾ കാണിച്ചിട്ട് പോകുന്നു. വെറും 3.5 വർഷം. നിങ്ങൾ 33.5 വർഷവും 40-50 വർഷം ജീവിച്ചിരുന്ന് ഭൂമിയുടെ അറ്റത്തോളം ഇത് ചെയ്യണം. ഞാൻ വെറും പാലസ്തീൻ നാടുകളിൽ മാത്രം, ഗലീല കടലിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മാത്രം, യെരുശലേമിലും ശമരിയയിലും മാത്രം ഞാൻ പോയെങ്കിൽ, നിങ്ങൾ ഉയരത്തിലെ ശക്തി കിട്ടിയിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ഇത് ചെയ്യണം. ഞാൻ ചെയ്തതിലും വലിയത് ചെയ്യണം. കാരണം നിങ്ങളിൽ ഞാനുണ്ട്. 1 യോഹന്നാൻ 4:4 പറയുന്ന പോലെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് ലോകം അറിയട്ടെ. ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് ലോകം ഒന്ന് കാണട്ടെ. ഇന്ന് പലരെയും ദൈവം ചാർജ് ചെയ്യുന്ന ദിവസം, ധൈര്യപ്പെടുത്തുന്ന ദിവസമാണ്. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കാം. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. കർത്താവിൽ ആശ്രയിക്കാം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ തരുന്ന യേശുവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും, അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കും. അങ്ങേക്ക് ഞങ്ങൾ പരിമിതികൾ വെച്ചു. ചെറിയ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങി. ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ 21-40 ഇരുന്ന് പ്രാർത്ഥിച്ച് വാങ്ങി. ഞങ്ങളുടെ മിടുക്കുകൊണ്ട് വാങ്ങി എന്നുള്ള ഒരു അഹങ്കാരം ഞങ്ങൾക്ക് വന്നുപോയി. ക്ഷമിക്കണം. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും അങ്ങേക്ക് ഒരുപോലെയാണല്ലോ. ഈ വെളിപ്പാടിൽ ജീവിച്ച് വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവരായി ഞങ്ങളെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിൽ നിറച്ചതിനായി നന്ദി. ഞങ്ങളത് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറയുന്നു. അങ്ങേ അവിശ്വസിച്ചത് മുഴുവനും ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശ്വാസം കൊണ്ട്, ആത്മനിറവ് കൊണ്ട്, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അത്ഭുതങ്ങളാക്കി, അപ്പോസ്തലന്മാരാക്കി, പ്രോഫറ്റുമാരാക്കി ഞങ്ങളെ എഴുന്നേൽപ്പിക്കണം. അതിനായി അപേക്ഷിക്കുന്നു. ഞങ്ങൾ കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞങ്ങൾക്ക് കൃപ തരണം. അവിടുത്തെ കൃപയിൽ ഏൽപ്പിക്കുന്നത് കേൾക്കുന്നവരെല്ലാം സൗഖ്യമാകട്ടെ. ഏത് വലുതും ചെറുതും രോഗങ്ങൾ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമാകട്ടെ. ഏത് ചെറുതും വലുതുമായ സാമ്പത്തിക വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. അനുഗ്രഹിച്ചയക്കുന്നു. ഇവർ പോകുന്നിടത്തെല്ലാം ജയാളികളാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കാം. ഇന്ന് രാവിലെ ഒരു ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ രാവിലെ 10:30 വരിക, അനുഗ്രഹിക്കപ്പെടുക, കർത്താവിൽ ആശ്രയിക്കാം. മാത്രമല്ല, ഞങ്ങൾ US-ൽ നിന്ന് ഇന്നാണ് മടങ്ങി വരുന്നത്. ഈ വരുന്ന ഞായറാഴ്ചത്തെ സഭായോഗത്തിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ഉണ്ടായിരിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.
ഞങ്ങളുടെ US ട്രിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു.